അവിയൽ വന്നു, തോരൻ വന്നു, രണ്ടു കൂട്ടം പായസം വന്നു. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, രണ്ടു കൂട്ടം പായസവും വന്നു. വയറ് നിറഞ്ഞു. ഒരുപാട് തള്ളാൻ നിൽക്കരുത്. അതെ, എത്രത്തോളം റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്ന കേസുകളാണ് വരുന്നത്. കാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നതല്ലേ നല്ലത്. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു ലോൺലിനെസ് ഉണ്ട്. നമ്മളുടെ കയ്യിൽ നിന്ന് പോകും കുറേയൊക്കെ നമ്മുടെ കൺട്രോളൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ ഇമോഷണലി വീക്കാവും. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതൽ പ്രശ്നങ്ങൾ വഷളാവാതിരിക്കാൻ ഒരു കാര്യമാവും. ഇങ്ങനെയൊക്കെ ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം മുതൽ നിങ്ങളുടെ ഫോൺ എന്തായിരിക്കും? ഉറപ്പായിട്ടും അവരുടെ നിരീക്ഷണത്തിലായിരിക്കും. ഇതൊക്കെയാണോ ഡൈവേഴ്സ് കേസസിന് ഏറ്റവും കൂടുതൽ ഫാക്ടറായിട്ട് പോകുന്ന കാര്യങ്ങൾ? എനിക്കൊണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ മദ്യപാനം ഇങ്ങനത്തെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ആ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആ ഉണ്ടാകുന്ന ഒരു എമോഷൻ ഉണ്ടല്ലോ, അതിൻ്റെ പേരിലും പല കാര്യങ്ങളും സംഭവിക്കാറില്ലേ? നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷേ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡ്രഗ്സും അതേപോലെ തന്നെ ഡ്രിങ്ക്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അളവിൽ ഉണ്ടാവണമെന്നില്ല. അവിടെ ഉണ്ടാകുന്ന സമയത്ത് ഡിപ്പെൻസ് അപ്പോൺ ആൾക്കാരെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലേ? യെസ്, നമ്മൾക്ക് എന്താണ് നമ്മളുടെ എമ്പതി, അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്വബോധത്തിലുള്ള റിയാലിറ്റി, ഇന്ന വ്യക്തിയോട് ഇങ്ങനെ ചെയ്യണം, ആ ഒരു സോഷ്യൽ ആയിട്ടുള്ള കുറേ വാല്യൂസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നിലനിൽക്കുന്ന ആ ഒരു കോൺഷ്യസ് ആണ് കട്ടാകുന്നത്. അപ്പോൾ നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മുടെ എന്താ പറയുക ആ ഒരു മൈൻഡ് എന്താണോ നമ്മൾ ഗൈഡ് ചെയ്യുന്നത് ഒരു യന്ത്രം പോലെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും. അത് ഭയങ്കര നെഗറ്റീവ് അല്ലേ? നമ്മൾ ചിന്തിച്ച് നോക്കും, നമ്മൾ കൺട്രോൾ ഇല്ലാത്ത ഒരവസ്ഥയിൽ പോകുമ്പോൾ. ഈ പറഞ്ഞ കേസസ് ഒക്കെ സിമിലർ അല്ലേ? ഇപ്പോൾ ഇപ്പുറത്തെ ജെൻസി വേർഡ്സ് ഒക്കെ ഈ സിറ്റുവേഷൻഷിപ്പ്, ഈ ക്യൂ സിസ്റ്റം, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമല്ലേ? യാ, ഓഫ് കോഴ്സ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യൂ സിസ്റ്റം എന്ന് പറയുന്നത് മെയിൻലി അതായത് നിങ്ങളും ഇപ്പം അത് ഭയങ്കരമായിട്ട് യൂസ്ഡ് ആവുന്നുണ്ടല്ലേ സമൂഹത്തിൽ, എനിക്ക് തോന്നുന്നു. യെസ്, അതായത് അതിന് പലപ്പോഴും നമ്മളുടെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആണ്. കാരണം ഇതിലൊക്കെ കാണുന്ന പക്ഷം ഇതൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരുടെയും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ക്യൂ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഒരു എക്സ്ട്രീം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? ഉറപ്പായിട്ടും. കാരണം ഞാൻ ഒന്ന് ചിന്തിച്ച് നോക്കുക, രണ്ട് പാർട്ട്നേഴ്സ് നിലനിൽക്കുന്ന പക്ഷം ഓപ്പോസിറ്റുള്ളൊരു പാർട്ട്ണർ എന്ത് ചെയ്യാണ്, ഒരുപാട് ലൈഫ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നതിൻ്റെ തിരക്കിൽ അവരുടെ ഫ്യൂച്ചറൊക്കെ എന്താ പറയുക സെക്യൂർഡ് ആക്കാൻ വേണ്ടി അവർ ഫോക്കസ് ചെയ്യുമ്പോൾ ഇപ്പുറത്തുള്ള ഒരാൾ എന്ത് ചെയ്യാണ്, ഇനി അഥവാ ഇവരോടുള്ള ഇൻട്രസ്റ്റ് എനിക്ക് പോയാൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എന്നിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് എൻ്റെ ബാക്കപ്പ് സപ്പോർട്ട് വേണം. അപ്പോൾ അയാൾക്ക് ബാക്കപ്പ് സപ്പോർട്ട് ഉണ്ടാക്കാൻ ഇവർ ഓക്കെ ആണോ? അല്ല. കാരണം ഓക്കെ ആവാറില്ല. അല്ല, കാരണം ഒരാൾക്കത് പ്രണയവും മറ്റൊരാൾക്കത് ടൈം പാസും അല്ലെങ്കിൽ വേറെ ഒരു ഓപ്ഷനും കൂടിയാണ് അത്. അല്ല, അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്വാർത്ഥത തന്നെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും സേഫ് ആയിരിക്കണം, എൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് നടക്കണം, എനിക്ക് ഒരിക്കലും റിലേഷൻഷിപ്പിലോ ഒരു ഇമോഷണലി ഡൗൺ ആകുന്ന വീക്കാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അല്ലേ? നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പിൽ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞില്ല, ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. രണ്ടുപേരുടെ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കണം. ഒരുമിച്ച് തുഴഞ്ഞു പോകുന്നൊരു തോണിയെ പോലെയല്ലേ? അപ്പം എന്ത് ചെയ്യണം, രണ്ടുപേരും അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു എഫേർട്ടും മെൻറ്റാലിറ്റിയും കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് പലപ്പോഴും സംഭവിക്കാൻ സാധ്യത വളരെ റെയർ ആണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇപ്പം നമുക്ക് നോക്കാമല്ലോ, ചുറ്റുപാടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്ന കേസുകളാണ് വരുന്നത്. ഇപ്പോൾ ഡൈവോഴ്സ് കേസുകളാണെങ്കിലും ഒരുപാട് കേസസ് ഇപ്പോൾ കൂടി വരുന്നുണ്ട്. ഇതൊക്കെയാണോ ഡൈവേഴ്സ് കേസസിന് ഏറ്റവും കൂടുതൽ ഫാക്ടറായിട്ട് പോകുന്ന കാര്യങ്ങൾ? യെസ്, ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ചില ആളുകളൊക്കെ ഒരു ബന്ധം ഉപേക്ഷിക്കുന്നതിൻ്റെ റീസൺ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരു അത്ഭുതം തോന്നും. അത് മാത്രമല്ല, റീസൺ പറയാൻ അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ഈ റീസണൊക്കെ പറയാൻ പറ്റുമോ അല്ലേ? അപ്പോൾ ചില ആളുകൾ പറയുന്ന റീസൺ എന്ന് പറയുന്നത് ആ ഒരു കണക്ഷൻ കിട്ടുന്നില്ല, ഒരു സിങ്ക് കിട്ടുന്നില്ല, ഓക്കെ, അത്തരം കാര്യങ്ങളുടെ പേരിൽ ഒരാളെ ഉപേക്ഷിക്കുക എന്നുള്ള രീതിയിൽ അവരൊന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ശ്രമിച്ചെങ്കിലും നോക്കണ്ടേ? ഇങ്ങനെ ശ്രമിച്ചു പോലും നോക്കാതെ ഒരു ഉടനടി ആക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ ചെയ്തു പോകുന്ന ആ ഒരു എടുത്തുചാട്ടത്തിൽ, കാരണം ആ ഒരു സമയത്ത് നമ്മളുടെ ഈഗോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഭയങ്കര ഈഗോ ആയിരിക്കും, ഓക്കെ, അതേപോലെ ഭയങ്കര കോൺഫിഡൻസും ആയിരിക്കും. പക്ഷേ ഈ ഈഗോ എടുക്കുകയാണെങ്കിലും ഈ പറഞ്ഞ കോൺഫിഡൻസും പലർക്കും അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ടും അവർക്ക് ന്യായങ്ങളുണ്ടാവും. പക്ഷേ ഈ ന്യായങ്ങളൊക്കെ ആ ഒരു സമയത്തേ ഉണ്ടാവുള്ളൂ. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു ലോൺലിനെസ് ഉണ്ട്. അത് ഇപ്പോൾ ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഉപയോഗിക്കുന്ന ഒരു പേന എനിക്ക് നഷ്ടപ്പെട്ടാൽ പോലും എനിക്കത് മിസ് ചെയ്യും. ഒരു നിസ്സാരമായിട്ടുള്ളൊരു തിങ്ങാണ് പേന. അപ്പോൾ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള എൻ്റെ ലൈഫിൽ കൂടെ ഉണ്ടായിരുന്ന, ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ എൻ്റെ ലൈഫിൽ നിന്ന് പോകുന്ന പക്ഷം, ഇനി ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടുള്ള, ഞാൻ എത്രയൊക്കെ കപ്പാസിറ്റിയുള്ള ഒരാളാണെങ്കിലും
നമ്മളുടെ കയ്യിൽ നിന്ന് പോകും, കുറേയൊക്കെ നമ്മുടെ കൺട്രോളൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ ഇമോഷണലി വീക്കാവും. ഈ വീക്കാകുന്ന പക്ഷവും ചില ആളുകൾ ഞാൻ വീക്കല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ ആളുകളെ നമുക്ക് കാണാം. പല റീസൺസ് ആണ്. ചില റീസൺസൊക്കെ നമുക്ക് ലോജിക്കലി കണക്റ്റ് ആവും, ചില റീസൺസ് നമുക്ക് ലോജിക്കലി കണക്റ്റ് ആവത്തില്ല. ഇപ്പോൾ ഈ പല ഡിവോഴ്സും നടക്കുന്നത് ആക്ച്വലി നല്ലതിനാവാം. കാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നതല്ലേ നല്ലത്. അങ്ങനത്തെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ കൂടെ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, അതൊരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക, ഹസ്ബൻഡ് ഭയങ്കര ടോക്സിക് ആണ്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിലേ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, അതിങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ പോട്ടെ എന്ന് കരുതി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം അല്ലാതെ മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് കുറഞ്ഞ സമയമുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ സാധാരണഗതി പറയാം 60 വയസ്സൊക്കെ. ഇപ്പോഴത്തെ ഒരു ഇപ്പോൾ പണ്ട് കാലത്ത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ 60ന്റെ മുകളിലൊക്കെ പോകുന്നത് വലിയ കാര്യമാണ്, ലക്കാണ്. അപ്പോൾ അത്രയും കുറഞ്ഞ ആയുസേ നമുക്ക് ഉള്ളൂ. അപ്പോൾ അതിൽ ഓരോ ദിവസവും വളരെ വാല്യുബിൾ ആണ്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു റിലേഷൻഷിപ്പിനെ ഇത്രയും മോശമായ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ജീവിതം നശിപ്പിക്കേണ്ട കാര്യമില്ല. താങ്കൾ ഇതുപോലത്തെ ഒരുപാട് കേസസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കും? ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടല്ലോ, അതങ്ങോട്ട് മാറ്റുക. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അതായത് ഒരു വ്യക്തിനെ നല്ലത് മാത്രം വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നതാണ് പ്രശ്നം. ഓപ്പോസിറ്റുള്ള പാർട്ട്ണറിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. എല്ലാ വ്യക്തിത്വങ്ങൾക്കും, ഇപ്പം എനിക്കാണെങ്കിലും നിനക്കാണെങ്കിലും നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. ഇത് രണ്ടും ഉൾക്കൊള്ളുന്നതാണ് ഞാൻ. അക്സെപ്റ്റ് ചെയ്യുക, ഇത് രണ്ടും അക്സെപ്റ്റ് ചെയ്യുക, നെഗറ്റീവും പോസിറ്റീവും അക്സെപ്റ്റ് ചെയ്യുക. ആ നെഗറ്റീവ്സിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി രണ്ടു ആളുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ വഷളാവാതിരിക്കാൻ ഒരു കാര്യമാവും അല്ലേ? ഉറപ്പായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നത് വലിയൊരു കാര്യമാണ്. ഉദാഹരണത്തിന് ഒരു എക്സ്ട്രോവേർട്ടിനെയും ഇൻട്രോവേർട്ടിനെയും കണക്ട് ആയിട്ട് പോകാം. അപ്പോൾ ചില സൈക്കോളജി പുസ്തകങ്ങളിലൊക്കെ പറയുന്നുണ്ട് എക്സ്ട്രോവേർട്ട് ആൻഡ് ഇൻട്രോവേർട്ട് റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിരിക്കും എന്ന് പറയാറുണ്ട്. കോമ്പിനേഷൻ കാരണം ഒരാൾക്ക് ഇല്ലാത്തത് മറ്റൊരാൾക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇവാൻറ്റേക്ക് വരുമ്പോൾ നന്നായിട്ട് പോകുന്നു പറയുന്നുണ്ട്. പക്ഷെ അവിടെ നെഗറ്റീവായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഉദാഹരണത്തിന് ഒരു എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, ഒരു വൈഫ് എക്സ്ട്രോവേർട്ടഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവര് കല്യാണം വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലും എവിടെ പോയാലും ഭയങ്കര ആക്റ്റീവായിരിക്കും. അങ്ങനെ ചെതറി നടക്കും. പെട്ടെന്ന് അറിയാൻ പറ്റും. എല്ലാവരുടെ പോയിട്ട് സംസാരിക്കും, കസിൻസിനടുത്ത് സംസാരിക്കും, കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഹസ്ബൻഡിന് കല്യാണ പരിപാടിക്ക് പോകുന്നതേ ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ അയാൾ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഈ വൈഫ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളീനെ ഫോഴ്സ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ നിങ്ങൾ പ്രവർത്തിക്കുക, ഡാൻസ് കളിക്കുക, പാട്ടുപാട് എന്ന് ഫോഴ്സ് ചെയ്യുന്ന ആ ഒരു പ്രവണത നിർത്തുക. അയാൾ അങ്ങനെയാണ്, അയാൾക്ക് ഇത്തരം സിറ്റുവേഷൻസിൽ ഇങ്ങനെ നിൽക്കാനാണ് ഇഷ്ടം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവർ ഡീൽ ചെയ്യുക. ഇതേപോലെ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഹസ്ബൻഡ് ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഭയങ്കര എല്ലാവരുടെ പോയിട്ട് സംസാരിക്കുന്നത് ഭയങ്കര ഫ്ലോട്ടിംഗ് ആണ്, നീ കുറച്ച് ഓവറാണ്, ഇനിയും സംസാരിക്കാൻ പാടില്ല. അവരിങ്ങനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ നിൽക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടെ, അങ്ങനെ ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്യേണ്ട, കുറേ ബൗണ്ടറീസ് ഇങ്ങനെ വെക്കാൻ തുടങ്ങും. അതിന് പകരം എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെയാണ്. അവർക്ക് കുറച്ച് ആളുകളുമായിട്ട് സംസാരിക്കുന്ന പ്രകൃതമാണ്, കുറച്ച് സംസാരപ്രിയയാണ്, ആളുകളോടൊക്കെ സംസാരിച്ചോട്ടെ. ഓക്കെ, പക്ഷെ അതിലൊരു മീറ്റർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു ലിമിറ്റിൽ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അത് രണ്ടുപേർക്കും രണ്ട് കാര്യങ്ങളല്ലേ, ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയാൽ ഓക്കെ. അവിടെ ഞാൻ പറഞ്ഞൊരു ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് വരെ നല്ല രീതിയിൽ ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഈ ഒരു ഇല്ലെങ്കിൽ പോലും ആ കോമ്പിനേഷൻ യെസ്. നേരെ മറിച്ചിട്ട് അവിടെ നടക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കുറ്റങ്ങൾ പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയല്ലേ നമ്മൾ ഒരാളുടെ കുറ്റം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമല്ലോ. ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടൈം ആകുന്ന സമയത്ത് നമ്മൾ പൊട്ടിത്തെറിക്കും, ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറേ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും റിലേഷൻഷിപ്പിൽ. അപ്പോൾ അതും പിന്നെയും ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റാണ്. റിലേഷൻഷിപ്പിൽ പരസ്പരം ഇഷ്ടങ്ങളെ മാനിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ? യെസ്, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പലപ്പോഴും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇഷ്ടങ്ങളെ തിരിച്ചറിയാൻ എന്ത് ചെയ്യണം, നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കണം. അതായത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം. അതായത് ചില ആളുകൾ വിചാരിക്കുന്നത് ഓപ്പോസിറ്റുള്ള വ്യക്തി എന്ത് ചെയ്യണം, എൻ്റെ മനസ്സ് കണ്ടിട്ട് എന്ത് ചെയ്യണം, എനിക്കെന്താ വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റുള്ള പേഴ്സൺ അങ്ങനത്തെ ഒരു കഴിവുണ്ടാവില്ല ശരിക്കും. അതിപ്പോൾ ആർക്കും അങ്ങനെ ഇല്ലല്ലോ, കാരണം തുറന്ന് സംസാരിക്കാത്തടത്തോളം മറ്റൊരാളുടെ ഉള്ളിൽ എന്താണെന്നുള്ള ഒരു കാര്യം പലപ്പോഴും ഭൂരിപക്ഷ ആളുകളും അങ്ങനെയാണ്. അത്രയും ഗണിച്ചറിയാനുള്ള കഴിവൊന്നും ആർക്കും ഇല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡിമാൻഡ്സ് വെക്കുന്നത് വലിയൊരു പ്രശ്നമാണ്.
അപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തി എന്ത് ചെയ്യണം, അവൻ്റെ മനസ്സ് കണ്ടറിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കും, നിങ്ങൾ അങ്ങനെ കണ്ടറിയുന്ന ഒരു വ്യക്തിയായിരിക്കും, പക്ഷേ ഓപ്പോസിറ്റുള്ള വ്യക്തി അങ്ങനെയുള്ള വ്യക്തി ആയിരിക്കില്ല. ഇവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിന് ഏറ്റവും നല്ലൊരു ടൂൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. സംസാരം, തുറന്നുള്ള സംസാരങ്ങൾ. ഓക്കെ, ഈ തുറന്നുള്ള സംസാരങ്ങൾ പറയുന്ന സമയത്ത് തന്നെ ഈ സംസാരങ്ങളിൽ ഒരു ലിമിറ്റേഷൻ വേണം. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമ്മളെന്താ പറയുക, എല്ലാം കയറിയിട്ട് എന്ത് ചെയ്യരുത്, പറയരുത്. അതാണല്ലേ ഈ ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പിൽ. യെസ്, പലപ്പോഴും ആളുകൾ പറയുന്നുണ്ട് ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ട്രാൻസ്പെറൻ്റ് ആകുന്നതിലും ഒരു ലിമിറ്റേഷൻ വേണം. മനസ്സിലായോ? ഉദാഹരണത്തിന് നമ്മളെല്ലാം കയറി പറയുന്ന ഒരു സ്വഭാവം നല്ലതല്ല. ചില ആളുകളുടെ സ്വഭാവ പ്രകൃതം വെച്ചിട്ട് എന്ത് ചെയ്യും, ഓവറായിട്ട് പറയും, ബിൽഡപ്പ് കൊടുക്കുക. ഞാൻ പണ്ട് ഭയങ്കര സംഭവമായിരുന്നു, ഞാൻ പണ്ട് എന്താ പറയുക, എൻ്റെ പിന്നാലെ കുറേ ആളുകളൊക്കെ വന്നിട്ടുണ്ട്, ഒക്കെ ഞാൻ അവിടെ ഒരു കോളേജ് ഹീറോ ആയിരുന്നു, ഇങ്ങനെയൊക്കെ ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം മുതൽ നിങ്ങളുടെ ഫോൺ എന്തായിരിക്കും, അവരുടെ നിരീക്ഷണത്തിലായിരിക്കും. കംപ്ലീറ്റ്ലി നിങ്ങളൊരു CCTV നിരീക്ഷണത്തിലായതുപോലെ ആയിരിക്കും പിന്നെ ഉണ്ടാകുക. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യരുത്, ഓവറായിട്ട് പറയുന്ന ഒരു സിസ്റ്റവും നല്ലതല്ല. നമ്മൾ കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആവുക എന്ന് പറയുമ്പോൾ എന്താണോ പറയേണ്ടത്, തനിക്കത് ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണോ എന്തെങ്കിലും അത് നോക്കിയിട്ട് മാത്രം പറയാം, അല്ലാതെ നേരെ മറിച്ചിട്ട് ഒരുപാട് തള്ളാൻ നിൽക്കരുത്. അതെ, അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഒരു സിനിമയിലെ ലാസ്റ്റ് പോർഷനാണ്, കുഞ്ഞിരാമായണത്തിൽ അവിയൽ വന്നു, തോരൻ വന്നു, 2 കൂട്ടം പായസം വന്നു എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് ആവാതിരിക്കുക, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആവുക. അതെ, അതായത് എല്ലാം കയറിയിട്ട് ഓപ്പണായിട്ട് പറയണമെന്നില്ല. അപ്പോൾ അതായത് ഞാനൊരു കാര്യം പറയുന്ന പക്ഷം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ബോധ്യം ഉണ്ടായാൽ മതി. ഞാനിത് പറയുന്നത് എനിക്ക് ഫ്യൂച്ചറിൽ നല്ലതാണോ, ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഈ കാര്യം പറയുന്നത് ഫ്യൂച്ചറിൽ എനിക്ക് ദോഷകരമാകുമോ, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്കുണ്ടെങ്കിൽ നമുക്കെന്തും പറയും. തുറന്നടച്ച് സംസാരിക്കാതിരിക്കുക, അതാണ് ബേസിക്കലി വേണ്ടത്. യെസ്, എന്നാലും ഓപ്പൺ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ഇത് മാത്രമല്ലാതെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറെ പല കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടൈം മാനേജ്മെൻറ്റ്, അവർക്കുള്ളൊരു ടൈം കൊടുക്കാൻ പഠിക്കുക. ഒരു ബിസിനസ്സുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും അവൻ്റെ ഒരു ഭൂരിപക്ഷം സമയം എന്ന് പറയുന്നത് അവൻ്റെ ബിസിനസ്സിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവന് ഫാമിലി ടൈം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, അത് മിസ്സായി പോകും. അപ്പോൾ അവൻ മനസ്സിലാക്കേണ്ടത് അവൻ്റെ ബിസിനസ്സിൻ്റെ ഒരു പാർട്ടാണ് ഫാമിലി എന്നും കൂടെ മനസ്സിലാക്കുക. കാരണം ഇവിടുന്ന് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബിസിനസ്സിനെ അത് ബാധിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, നന്നായിട്ട് അതും കൂടെ മാനേജ് ചെയ്യാനും അതിന് സമയം കണ്ടെത്താനും പഠിക്കുക. അതായത് ഫാമിലിക്കും കൂടിയിട്ട് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാർട്ട്ണറും കൂടി വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, അതിന് ടൈം കാണുക. യെസ്, അതേപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള നല്ല പ്ലാനിങ്സ് ഉണ്ടായിരിക്കാം, ഫ്യൂച്ചർ പ്ലാൻസ്. അത് നമ്മൾ പലപ്പോഴും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന പക്ഷം കുറേ ഫ്ലേട്ടിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് പറയേണ്ടത് നിങ്ങളുടെ നിലനിൽപ്പ്, നിങ്ങളുടെ കരിയർ, നിങ്ങൾ എവിടെ നിൽക്കും. ഇപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് കാരണം ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കേൾക്കാമല്ലോ. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ആ സംഭവം നടന്നതിന് ശേഷം ഒരു പ്രശ്നം ഉണ്ടായിട്ട് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പുതിയതായിട്ട് വീട്ടിലേക്ക് പോകുന്നൊരു പെണ്ണിനും ഹസ്ബൻഡിൻ്റെ വീട് എന്ന് പറയുന്നത് പുതിയൊരു അന്തരീക്ഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ കാര്യങ്ങളോടും എത്രത്തോളം അത് മേക്ക് ഓവർ ചെയ്തിട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടായിരിക്കും. കാരണം ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, കാരണം പുതിയ പ്ലേസാണ്, പുതിയ അന്തരീക്ഷമാണ്. അപ്പോൾ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരാൾ അത് മനസ്സിലാക്കാനുള്ളൊരു അതൊക്കെ നേരത്തെ തന്നെ അവർ ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ എങ്ങനെ ചെയ്യണം, അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടായാൽ തന്നെ മതി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇങ്ങനെ എല്ലാത്തിലും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ റാഫി സാർ, താങ്ക് യു. അതായത് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ചോദ്യവും ഉത്തരങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു പോഡ്കാസ്റ്റിൽ ഹീൽ ആൻഡ് ഗ്രോയുടെ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. വീണ്ടും കാണാം. ബൈ.